ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു ട്രാവൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ലൊരു ചെറിയൊരു ചാറ്റൽ മഴയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ യാത്ര പോകുന്നത് നമ്മൾ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് വരുന്ന എടക്കാനം റിവർ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഇരിട്ടീൻ്റെയും മട്ടന്നൂരിൻ്റെയും ഇടയിലാണ്, ഏകദേശം ഇരിട്ടീൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ കണ്ണൂർ ടൗണിൽ നിന്നാണെങ്കിൽ ഒരു 45 കിലോമീറ്റർ അത്രയാണ് നമ്മൾ ദൂരം വരുന്നത്. ഇപ്പം നമ്മളേത് മട്ടന്നൂർ കഴിഞ്ഞ് ഏകദേശം ഇരിട്ടീൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ഒരു ജംഗ്ഷൻ എന്നാണ് കാണിക്കുന്നത് മാപ്പിൽ, അവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇതിപ്പോൾ അടുത്തായിട്ടൊരു ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കണ്ണൂരത്തെ ഒരു നല്ല സ്ഥലമാണ് എടക്കാനം റിവർ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇതുവരെ ആരും പോയിട്ടൊന്നുമില്ല, നമ്മൾ ഏതായാലും പോയിട്ടൊന്ന് നമുക്ക് എന്തായാലും കണ്ടറിയാം. ഇവിടെ കുറേ മന്തീൻ്റെ ഷാപ്പെല്ലാം ഉണ്ട് മട്ടന്നൂർ കഴിഞ്ഞിട്ടാണുള്ളത്. ഇതിൻ്റെ റൂട്ട് വരുന്നത് വെച്ചാൽ കണ്ണൂരിൽ നിന്നാണെങ്കിൽ ഡയറക്റ്റ് കണ്ണൂർ മട്ടന്നൂർ നമുക്ക് ഇരിട്ടി അങ്ങനെ പോവാം. അല്ലെങ്കിൽ ഇപ്പം തലശ്ശേരിയിൽ നിന്ന് വരുന്ന ആൾക്കാണെങ്കിൽ തലശ്ശേരി വന്ന് പിന്നെ കൂത്തുറമ്പ് നിന്ന് മട്ടന്നൂർ പിന്നെ അങ്ങനെ ഇരിട്ടിയിലേക്ക് പോകാവുന്നതാണ്. പിന്നെ ഇത് ബോർഡറിൻ്റെ സൈഡാണ്, നമ്മൾ ഏകദേശം ഇതിൻ്റെ അടുത്ത് നിന്ന് കയറിയാൽ നമ്മൾ ഇരിട്ടി കഴിഞ്ഞാൽ നമ്മൾ കർണാടക ബോർഡർ എത്തും. ഏകദേശം അതിൻ്റെ അടുത്തായിട്ട് വരുന്നതാണ്. ഇത് നമ്മളെ പഴശ്ശി ഡാമിൻ്റെ ബാക്ക് സൈഡാണെന്ന് തോന്നുന്നത് വരുന്നത് സ്ഥലം. ഏകദേശം നമ്മൾ മാപ്പിൽ നോക്കിയാൽ അങ്ങനെയാണ് കാണുന്നത്. ഇത് പഴശ്ശി ഡാമിൻ്റെ ആ ഒരു വാട്ടറെല്ലാം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ കൂടെ വരുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ നമ്മളെ മാറേൻ്റെ ബേക്കറി എല്ലാം ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്കിനി പോയിട്ട് സ്ഥലം എങ്ങനെയുണ്ടെന്ന് കണ്ടറിയാം. ഇപ്പം പോകുന്ന വഴിക്കാണെങ്കിൽ പെട്ടെന്നൊരു മഴയും പെയ്തിട്ടുണ്ട്, ഒരു മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. നമ്മൾ ഏകദേശം റോഡ് തുടങ്ങിയിട്ടുണ്ട്. നന്നാ ചെറിയ റോഡിലോട്ടാണ് നമ്മൾ അങ്ങോട്ടേക്കുള്ള യാത്ര വരുന്നത്. ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. ഈ റോഡ് കയറിയിട്ട് ഏകദേശം ഒരു 6 കിലോമീറ്റർ ആയിട്ടാണ് നമ്മളെ വ്യൂ പോയിൻറ്റിലേക്ക് വരുന്നത്. ഈ കട്ട് റോട്ടിലോട്ട് നമ്മൾ ഏകദേശം ഒരു 6 കിലോമീറ്റർ പോകണം. ഇവിടെയെല്ലാം മറ്റേ പരിപാടി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്ക് പോകുന്ന വലിയ വണ്ടിയൊന്നും കാണുന്നൊന്നുമില്ല, നമ്മൾ മാത്രമേ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടി അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഇതിനെ കാണുന്നുള്ളൂ. നമുക്കറിയില്ല അവിടെ എത്തിയാൽ ഇനി എത്ര തിരക്കുണ്ടാവുമോ ആളുണ്ടാവുമോ ഒന്നും ഇല്ലാത്ത സ്ഥലമാണോ എന്താണെന്നറിയില്ല. ഏതായാലും നമുക്ക് ഏതായാലും പോയി നോക്കാം. റോഡെല്ലാം നന്നാ ചെറുതാണ്, ഒരു വണ്ടിക്ക് പോവാം അത്രയേ ഉള്ളൂ. ഒരു വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡ് എന്തായാലും കൊടുക്കേണ്ടി വരും, മണ്ണിലിറക്കി കൊടുക്കേണ്ടി വരും എന്തായാലും. അങ്ങനെ ഇനി ഏകദേശം കുറച്ചും കൂടി നമുക്ക് ഏകദേശം അടുത്തെത്താനായിട്ടുണ്ട്. ഇനി കുറച്ചേ ദൂരം കാണിക്കുന്നുള്ളൂ. ഏതായാലും നമുക്ക് നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറേ വണ്ടികളെല്ലാം ഉണ്ട്, നമ്മൾക്ക് വരുമ്പോൾ കണ്ട മാതിരിയൊന്നുമല്ല. ഈ സൈഡിൽ കുറേ വണ്ടികളെല്ലാം ഇപ്പം വന്നിട്ടുണ്ട്. അവിടെ വെള്ളമെല്ലാം ഒലിച്ച് പോകുന്ന സ്ഥലമെല്ലാം ഉണ്ട്, ഒരു ലേക്ക് മാതിരി ചെറുങ്ങനുണ്ട്. കുറേ ആൾക്കാരുണ്ട് ഇവിടെ എന്തായാലും വന്നേരം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ കാറിലെടുത്ത് അങ്ങനെല്ലാം പോകുന്നുണ്ട്. നമ്മളിപ്പം മുമ്പ് തന്നെ ഇങ്ങ് നിർത്തിയിട്ടാണുള്ളത്. നമുക്കിനി അങ്ങോട്ട് പോകാൻ പറ്റുമെങ്കിൽ അങ്ങോട്ടെല്ലാം പോയി നോക്കാം. നമ്മൾ ഏതായാലും ഇതാണ് ഇവിടുന്ന് വരുന്ന ഒരു വ്യൂ. ഇതാണ് നല്ല അടിപൊളി വ്യൂ ആണ് കാണുന്നത്. നല്ല പച്ചപ്പരതാനിമാരി നമ്മളെ കൂക്കലെല്ലാം പോയാലുള്ളരന്മാരിയുള്ള ഒരു വ്യൂ ആണ്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂക്കൽ വരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അതന്നെ കണ്ണൂരും എല്ലാം അതേമാതിരത്തെ ഒരു സ്ഥലം വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അത്ര വൃത്തിയില്ല, ഇങ്ങനെ നമുക്ക് കിടക്കാനും അതൊന്നും പറ്റും തോന്നുന്നില്ല. ഇവിടെ എല്ലാം ചളിയെല്ലാം കാണുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. എന്തായാലും കുറേ വണ്ടികളെല്ലാം വന്നിട്ടുണ്ട്, കുറേ ആൾക്കാരുണ്ട് പോകുന്നത്. അവിടെ ഒരു എന്തായാലും നമുക്ക് കാർ എടുത്തിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് പോയി നോക്കാം. അങ്ങോട്ട് അടുത്ത വരെ പോകാൻ പറ്റുന്നിടത്ത് വരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ എല്ലാം അമർന്നു പോകുമെന്നാണ് സംശയം. റോഡ് ചതുപ്പുമാരത്തെ സ്ഥലമാണോ എന്നറിയില്ല. ഏതായാലും നമ്മളവിടെ വണ്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ വെള്ളം ഒലിച്ചു പോകുന്ന ഒരു സ്ഥലം. ഇത് എനിക്ക് തോന്നുന്നത് പണ്ട് വെള്ളപ്പൊക്കാൻ്റെ വന്നേരം വെള്ളം ഒലിച്ചു പോയിട്ട് അങ്ങനെ ഒരു ഇത് വന്നതായിരിക്കാം ചിലപ്പോൾ, അറിയില്ല. എങ്ങനെ ആയിരിക്കാം, ഒരു വെള്ളം ഒലിച്ചു പോയിട്ട് ഒരു ഗ്യാപ്പായ മാതിരിയാണ് കാണുമ്പോൾ തോന്നുന്നത്. ഏതായാലും നമ്മൾ വരുമ്പോൾ ഉണ്ടായ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഏതായാലും നമുക്ക് ഇറങ്ങി കാണാനെല്ലാം ഒരു നല്ലൊരു ഇതായി. മഴയുണ്ടെങ്കിൽ പിന്നെ അതും കൂടി പിന്നെ പുറത്തിറങ്ങാൻ കഴിയില്ല. എന്നാലും ആ മഴ പെയ്തുകൊണ്ട് ഒരു കുറച്ചൊരു തണുപ്പുണ്ട് ഇവിടെ. എന്തായാലും നല്ലൊരു കാലാവസ്ഥയും എല്ലാം നല്ലത് തന്നെ. നല്ല പുല്ല് വിരിച്ച മാതിരിയുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട്. അവിടെയെല്ലാം കാറിൽ അടിയിലായിട്ട് നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ എനിക്ക് തോന്നുന്നു ഒരു കാടാണ്, ഫോറസ്റ്റാണെന്നാണ് തോന്നുന്നു. അവിടെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ അവിടെ ഒരു പഴയൊരു ജീപ്പ് വെച്ചിട്ടുണ്ട്. അതാരോ കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്ത് നിന്നിട്ട് കുറേ ആൾക്കാർ ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട്. അതിന് എനിക്ക് തോന്നുന്നത് അവർ തന്നെ വന്ന ജീപ്പായിരിക്കും. ഇവിടെ അങ്ങനെ വെക്കാനൊന്നും സാധ്യതയില്ല.
അവർ വന്ന ജീപ്പിൽ അവർ നല്ലോണം ഇവിടെ നല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ഇത്. ഇനി വേറെ ഇതില്ല. നല്ലൊരു ഷൂട്ടെല്ലാം നടത്താൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളി ബാക്ക്ഗ്രൗണ്ടും ഇതെല്ലാം കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ കുറേ കാറെല്ലാം വെച്ചിട്ടുണ്ട്. കാറ് ഇങ്ങനെ ബൈക്കും കാറെല്ലാം എടുത്തിട്ട് വന്നിട്ട് നല്ലൊരു ഇതാക്കാം. ഇതിപ്പം നമ്മൾ അതിൻ്റെ മേലെ കയറിയിട്ടുള്ള ആ ഒരു വ്യൂ ആണ്. ഇങ്ങനെ ഇതിൻ്റെ ഇതാണ് ആ ലേക്കിൻ്റെ വ്യൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വെള്ളമാണ് നമ്മളെ ഒലിച്ചു പോയിട്ട് നമ്മളെ പഴശ്ശി ഡാമിലേക്ക് പോകുന്നത്. അതിൻ്റെ താഴെല്ലാം ആൾക്കാർ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഉണ്ട് നിൽക്കുന്നത്. അറ്റത്തെല്ലാം പോയിട്ടുണ്ട് ആൾക്കാർ നിൽക്കുന്നത്. ഇറങ്ങണമെങ്കിൽ ഇതിൽ വഴിയെല്ലാം ഇങ്ങനെ പ്രോപ്പറായിട്ടുള്ളൊരു വഴിയൊന്നും ഇല്ല താഴത്തേക്ക് ഇറങ്ങിപ്പോകാൻ. ഇങ്ങനെ കാണുന്ന വഴിയിലോട്ടെല്ലാം ഇറങ്ങി പോവുക. നമ്മളിപ്പോൾ ഇതിലെല്ലാം ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് കയറി വന്നത്. ഇതൊരു കുറച്ച് ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇത് നമ്മൾ വണ്ടി വെച്ച സ്ഥലം അതാണ്. നമുക്കിപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ താഴെ വരെയുള്ള എല്ലാ ഫുൾ വ്യൂവും കിട്ടും. ഇപ്പം വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും ആൾ കൂടിക്കൂടി വരുന്നുണ്ട്. ഇതിപ്പോൾ അടുത്തായിട്ടാണ് ഇത് അറിയാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലെല്ലാം വന്നിട്ട് എല്ലാവരും ട്രെൻഡിങ് ആയതാണ്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് ഈ സ്ഥലത്തിനെ പറ്റിയിട്ട്. ഇത് എന്തായാലും ഒരു മസ്റ്റ് വാച്ച് സ്ഥലം തന്നെയാണ് കണ്ണൂരിൽ. ഇവിടെ എല്ലാം നിലയെല്ലാം വെണ്ട് കയറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല. മഴ പെയ്തിട്ട് ഈ വെള്ളം ഉണ്ടായിട്ട് ഇത്രയും വെണ്ട് കയറണമെങ്കിൽ എന്തുകൊണ്ടാണെന്നറിയില്ല. ഇവിടെ എല്ലാം ഇങ്ങനെ കുറച്ചൊരു ഇതായിട്ടുണ്ട്. ഹാർഡ് സർഫേസാണ്. അങ്ങനെ വണ്ടിയൊന്നും പൂണ്ടുപോകുകയൊന്നും ചെയ്യില്ല. എന്തായാലും വണ്ടിയെല്ലാം ഇങ്ങോട്ട് അടുത്താണെങ്കിൽ കയറ്റി വരാം. അങ്ങനെ വലിയ പൂളുന്ന മാതിരത്തെ സ്ഥലമൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല. ഇവിടെ അല്ലാതെ ഇവിടുന്ന് ഇപ്പോൾ ഒരാൾ വണ്ടിയെല്ലാം ഡ്രിഫ്റ്റെല്ലാം വെറുതെ ചെയ്ത് കളിക്കുന്നുണ്ട്. എന്തിൻ്റെ ആവശ്യമാണ്? ഇതാ ഇവിടെ ചെയ്തിട്ട് ഇതാ മണ്ണെല്ലാം ഇതായിട്ട് ചളിയായിട്ടുണ്ട്. എന്തായാലും അടിപൊളി തന്നെ. അതെന്തായാലും കണ്ണൂർ ജില്ലയിൽ ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു നല്ലൊരു സ്ഥലം തന്നെ എന്ന് പറയാം. നല്ല അടിപൊളി സ്ഥലം തന്നെ. ഇത് അധികം ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ആൾക്കാർ വരുന്നതിൻ്റെ മുമ്പിലേ പോയി എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുക. അത്രയും നല്ല സ്ഥലം തന്നെയാണ്. ഏതായാലും നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളേതായാലും തിരിച്ചു പോക്കായി. സൈഡിലെല്ലാം ഇപ്പം കുറേ വണ്ടി വന്നിട്ടുണ്ട്. ഫുൾ വണ്ടിയെല്ലാം വെച്ചിട്ടിപ്പോൾ നിറഞ്ഞിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം.